ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അത്യുഷ്ണം അത് തുടരുകയാണ്. കനത്ത ചൂടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചവരുടെ എണ്ണം 85 മാറിയിരിക്കുന്നു. ആകെ മരണം 100 കടന്നു. അടുത്ത 2 ദിവസം കൂടി കടുത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഗുരുതരമായൊരു സാഹചര്യമല്ലേ? ഇനിയും 2 ദിവസം എന്ന് പറയുമ്പോൾ അത് താങ്ങാനാകുമോ ഉത്തരേന്ത്യക്ക്? അശ്വതി, അത്യുഷ്ണം അതിതീവ്രമായി തുടരുകയാണ് ഉത്തരേന്ത്യയിൽ. നിലവിൽ ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ രാത്രിയോടെ രേഖപ്പെടുത്തിയത് 52 ഡിഗ്രി സെൽഷ്യസാണ്. അത്തരത്തിൽ അത്യുഷ്ണം അതിഭയാനകരമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിൽ 100-ന് മുകളിലേക്ക് ഈ ഒരു മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85ഓളം പേരാണ് മരണപ്പെട്ടത്. ഈ 85 പേരിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ 46 പേരാണ് ഒഡീഷയിൽ മാത്രം മരണപ്പെട്ടത്. ബീഹാറിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം കഴിഞ്ഞ ദിവസം 16 പേർ മരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് പ്രകടമാകുകയും ചെയ്യുന്നത്. അടുത്ത 2 ദിവസം കൂടി കടുത്ത ചൂട് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നാഗ്പൂരിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ താപനില റിപ്പോർട്ട് ചെയ്തത്. 54 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഡൽഹിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 52 ഡിഗ്രി. രാജസ്ഥാനിലായിരുന്നു നേരത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയെങ്കിൽ അതിപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും, അതായത് ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിഭാഗങ്ങളെ, അതായത് അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ആളുകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിൽ വെള്ളം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കടുത്ത വരൾച്ചയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കുടിവെള്ളം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഹരിയാനയിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വെള്ളം എത്തിയിരുന്നത്. അത്തരത്തിൽ അത് നിലച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അത്തരത്തിൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് അത്യുഷ്ണത്തിൽ വലയുകയാണ് ജനങ്ങൾ. കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത 2 ദിവസങ്ങൾ കൂടി ഈ അത്യുഷ്ണം അതിഭീകരമായി തുടരും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, MG മിഥുനാണ് വിശദവിവരങ്ങൾ നൽകിയത്.